എല്ലാം പിന്നെ പറയാം ഡോക്ടർ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശ്രീദേവി, ഇതാ വെള്ളം കുടിക്കൂ. എന്താ ഡോക്ടർ, എന്താ ഉണ്ടായത്? എല്ലാം ഞാൻ പറയാം ഡോക്ടർ. പക്ഷേ മറ്റാരോടും ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല ഡോക്ടർ, ഞാൻ പറയില്ല. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും പറയില്ല. എനിക്ക് വേണ്ടിയല്ല, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ആവശ്യപ്പെട്ടത്. ഡോക്ടർ, ഞാൻ ശ്രീദേവിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. ഞാൻ സോമരാജനെ വെടിവെച്ച് കൊന്നു. വരൂ, ഞാനെല്ലാം പറയാം. കഴിച്ചോ മാധവിയമ്മേ? പാല് കൊടുത്തിട്ട് കുടിച്ചില്ല. ശ്രീദേവി, വിശക്കുന്നില്ലേ? കുറച്ച് പാലെങ്കിലും കഴിക്കണ്ടേ? സ്പൂണിൽ കുറേശ്ശെ കോരി കൊടുത്തു നോക്കൂ, ചിലപ്പോ കഴിച്ചേക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഡോക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണെന്നുള്ളവരെ അറിഞ്ഞിരിക്കുമല്ലോ. അറിയാം. ഡോക്ടർ രാജേന്ദ്രന്റെ സഹോദരിയല്ലേ ഇത്? അതെ. ഇവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ്. കാര്യം? അവർക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു. സഹോദരൻ കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ എന്തോ ഷോക്കാണെന്ന് തോന്നുന്നു. എനിക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്യണമല്ലോ. ഐ ആം വെരി സോറി ഇൻസ്പെക്ടർ. അവരുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. ഈ നിലയിൽ അവരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? സുഖമായാലുടൻ ഞാൻ അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാം. താങ്ക് യു ഡോക്ടർ. ഇവരെ എന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാമോ? നോ. സ്നേഹപൂർവ്വമുള്ള ശുശ്രൂഷ കൊണ്ടേ ഇവരെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനൊരു തീയതി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ രാജേന്ദ്രൻ അങ്ങയുടെ സുഹൃത്താണ് അല്ലേ? അതെ, വളരെ അടുത്ത സുഹൃത്ത്. അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ടെന്നറിയാമോ? അറിയാമെന്നോ അറിയാമെങ്കിൽ തന്നെ പറയില്ലെന്നോ? എങ്ങനെ ധരിച്ചാലും തിരക്കേടില്ല. ഏതായാലും ഒരു കുറ്റവാളിയെ അന്വേഷിക്കേണ്ടത് രോഗിയുടെ മുറിയിൽ വെച്ചിട്ട്. ഓൾറൈറ്റ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും. ക്ഷമിക്കുക നിവൃത്തിയുള്ളൂ. വരട്ടെ. ഓക്കെ. മാധവമ്മേ, പാലെടുത്തോണ്ട് വരും. ശ്രീദേവി, ശ്രീദേവി. ഞാൻ തന്നെ മോഹൻകുമാർ. എന്റെ അനുജത്തിക്ക് എങ്ങനെ ഇരിക്കുന്നു? ക്ഷമിക്കണം ഡോക്ടർ. വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. പക്ഷേ ശ്രീദേവി ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. ഡോക്ടർ, ശ്രീദേവി, ശ്രീദേവി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ രാജേട്ടനാണ്. നീ എന്താണ് മിണ്ടാത്തത്? ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ഇരിപ്പാൻ. ആരെങ്കിലും മാറ്റിയിരുത്തിയാൽ അവിടെ ഇരിക്കും. ഈശ്വര, എന്റെ അനുജത്തിയെ നീ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങ് ഒരിക്കലും മനോധൈര്യം കൈവിടില്ല. അങ്ങൊരു വലിയ ഡോക്ടർ. പക്ഷേ എന്റെ കൊച്ചനിയത്തിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ചേട്ടൻ മാത്രമാണ്. ഇവരുടെ പ്രാണനാണ് ഡോക്ടർ. ഇവരുടെ ഇങ്ങനെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കുന്നുണ്ടോ? ഡോക്ടർ, ഡോക്ടർ, എന്റെ അനുജത്തിയോട് എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കാൻ പറയൂ ഡോക്ടർ. അവരുടെ സത്യം ഞാൻ ഒന്ന് കേട്ടുകൊള്ളട്ടെ ഡോക്ടർ. ഡോക്ടർ പറയൂ ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ, പ്ലീസ്. ഡോക്ടർ പ്ലീസ്. അങ്ങനെ കൊലക്കേസിൽപ്പെട്ടിരിക്കുക. ഈ വീടിനെ കുറിച്ച് പോലീസിന് സംശയവും. ഏത് സമയത്തും പോലീസ് ഇവിടെ വരാവും.
വരട്ടെ, പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലട്ടെ. എന്റെ അന്ത്യത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്കിനി ജീവിക്കണം ഡോക്ടർ. മരണം കൊണ്ടെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. അങ്ങ് എല്ലാ നിലയിലും എന്നെക്കാൾ എത്രയോ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്നുണ്ടായ വിഭ്രാന്തി കൊണ്ട് അങ്ങ് പോലീസിൽ പിടികൊടുക്കുന്നില്ല. ഈ നിലയിൽ കഴിയുന്ന ശ്രീദേവിയുടെ ഭാര്യ ക്ഷമിക്കണം മോഹനമ്മ. എന്റെ അന്ത്യത്തിന് നില കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാനങ്ങനെ മറക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും എന്റെ അന്ത്യത്തെ രക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ ജീവിക്കണം. ഒരിക്കലും ഞാൻ പോലീസിൽ പിടികൊടുക്കാൻ പാടില്ല. ഡോക്ടർ, ഡോക്ടർ, എന്താ? ആളെയല്ലേ ഞങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ നടത്തേണ്ടത്? അതെ, അദ്ദേഹം ഇപ്പോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമോ ഡോക്ടർ? എല്ലാം കാണുന്ന ഈശ്വരൻ. അദ്ദേഹം ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമെന്ന് വിശ്വസിക്കും. നാളെ രാവിലെ 8 മണിക്കാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചത്. ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ കൈപിടിച്ചു. സമാധാനം. ബൈജുവിന്റെ മാതാപിതാക്കന്മാർ നാളെ രാവിലെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഈ നിലയിൽ ഏത് നിലയിലായാലും ഈ ഓപ്പറേഷൻ നടന്നു തന്നെ തീരണം. ഇല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കില്ല. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. I will do it. ഓപ്പറേഷൻ കഴിഞ്ഞു? കഴിഞ്ഞല്ലോ. ആരാ ഓപ്പറേറ്റ് ചെയ്തത്? ഡോക്ടർ രാജേന്ദ്രൻ. അങ്ങനെ ഞാൻ കൂടി കാട്ടിൽ കയറി. പിന്നാലെ പോലീസും. അവസാനം ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലെത്തി. അവിടെ ജയലക്ഷ്മി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവമെങ്കിൽ രാജേട്ടൻ നേരിട്ട് പോലീസിൽ ഹാജരാകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. പിന്നെന്താ? കുറ്റത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് ഒഴിയുന്നത് മറ്റൊരു കുറ്റമാണെന്നും എനിക്കറിയാം. പക്ഷേ ഈ സംഭവത്തോടെ എന്റെ കൊച്ചന്യത്തിയുടെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒളിവിലാണെങ്കിൽ ഒളിച്ചെങ്കിലും അവളെ കാണാം. ജയിലിലായാലോ? അതിന് ജയിലിലായിട്ട് വേണ്ടേ? നല്ലൊരു വക്കാലത്തോടു കൂടി ഹാജരായാൽ തീർച്ചയായും ജാമ്യം കിട്ടാതിരിക്കില്ല. കേസ് ബാധിച്ചു കഴിയുമ്പോൾ രാജേട്ടനെ വെറുതെ വിടുകയും ചെയ്യും. കൊലക്കുറ്റം ചെയ്തവനെയോ? എന്തിനു കൊന്നു?
സ്വന്തം സഹോദരിയെ ഒരുത്തൻ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കൊന്നുപോയി. മാപ്പ് തരണം. ഏത് കോടതിയാണ് മാപ്പ് തരാത്തത്? നടന്നതെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. ഓഹോ, ഇതിനു വേണ്ടിയാണോ ഹാജരാകാൻ പറഞ്ഞത്? എന്റെ ശ്രീദേവിയുടെ ഭാവി നശിപ്പിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. ശ്രീദേവിയുടെ ഭാവി എങ്ങനെ നശിക്കുന്നു? എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയേണ്ടത് എന്റെ സഹോദരി ഒരുത്തൻ മാനഭംഗപ്പെടുത്തിയെന്നാണ്. ഈ വിവരം പുറത്തെറിഞ്ഞാൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരുത്തൻ എന്റെ അനിയത്തെ വിവാഹം കഴിക്കുമോ? അതിനേക്കാൾ ഭേദം അവനെ കൊന്നുകളയല്ലേ. അപ്പോ പിന്നെ എന്റെ ഭാവിയും രക്ഷയുമൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. എന്റെ സഹോദരിയുടെ ഭാവി, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നിമിഷത്തിലും എന്നെ കുറിച്ച് ആലോചിക്കാൻ രാജേട്ടന് കഴിയുന്നില്ലല്ലോ. എന്തൊരു വിധിയാണ്. ശ്രീദേവിക്ക് വേണ്ടി എന്നെപ്പോലും ഞാൻ മറക്കും. ആ നിലയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ വിധിയെക്കുറിച്ച് പറയണോ? ശ്രീദേവി മോഹൻകുമാറിന്റെ ചികിത്സയിലാണ്. അവളുടെ അസുഖം ഭേദമായാൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യനായ ഒരുത്തന് ഞാൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പോലീസിൽ ഞാൻ ഹാജരാകും. കൊലക്കുറ്റം ചെയ്തവന് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. അത് രാജേട്ടൻ, ഞാനോ? അത് ജയ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. നടന്നതെല്ലാം തുറന്നു പറഞ്ഞതും അതിനുവേണ്ടി തന്നെയായിരുന്നു. ഞാനൊരു കൊലപ്പുള്ളിയായത് എങ്ങനെയെന്നറിയാവുന്നവർ രണ്ടുപേരേ ഉള്ളൂ, ഡോക്ടർ മോഹൻകുമാറും ജയലക്ഷ്മി. എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാലും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കും. സാധുവായ എന്റെ സഹോദരിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത്. ഈ രഹസ്യം പുറത്താരോടും പറയരുത്. മോഹൻകുമാർ പറയില്ല, ജയലക്ഷ്മിയും പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അവസാനത്തെ ഉറപ്പ്. അവസാനത്തേതോ ആദ്യത്തേതോ? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരോടും പറയില്ല. ആശ്വാസമായി. ഇനി ജയലക്ഷ്മി പൊയ്ക്കുള്ളൂ. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമ്മൾ പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അന്നേ ഞാൻ ആഗ്രഹിച്ചു അങ്ങെന്റെ ഭർത്താവാകണമെന്ന്. ഇനി ആ തീരുമാനം മാറ്റാൻ മരണത്തിന് മാത്രമേ കഴിയൂ. എന്റെ മരണത്തിന്? മരണം ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ. ഇത്രയും കാലം ഈ ജീവിതം കൊണ്ട് ഞാൻ പിന്നാലെ നടന്നു. ഇനിയെങ്കിലും ഇതങ്ങോട്ട് സ്വീകരിക്കണം. സ്വീകരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ട് പൊയ്ക്കോളൂ. എന്നാൽ ഇപ്പോഴതൊന്ന് സ്വീകരിച്ചേ പറ്റൂ. ഒരു തപസ്സിന്റെ അവസാനം കാണാനാണ്. സ്വീകരിക്കില്ലേ? മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ വിവാഹം ചെയ്യണം. വിവാഹമോ? അതെ, വിവാഹം തന്നെ. ഈ കാട്ടിൽ വെച്ചോ? ഒരു കൊലപ്പുള്ളിയെയോ? കാട്ടിലും ദൈവമുണ്ട്. കൊലപ്പുള്ളി ആയാലും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവളും ഉണ്ട്. കുട്ടിക്കാലം മുതൽക്കേ കൊണ്ട് നടന്ന ആഗ്രഹമല്ലേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്റെ ആഗ്രഹം ഗതി കെട്ടാതെ ഇവിടെയൊക്കെ അലയരുത്. എന്നെ സ്വീകരിക്കൂ രാജേട്ട. അങ്ങയുടെ ഭാര്യയെ സ്വീകരിക്കൂ.